വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ചന്ദ്രത്തെ കൊച്ചമ്മയാണ് അവളുടെ വിചാരം. വിചാരിക്കുന്ന എന്തിനാ? അത് അങ്ങനെ തന്നെ അല്ലേ? അതവളുടെ മനസ്സിലായിരിക്കൂ. നീ മുക്കിന് അത് വിളിച്ചു പറയും. വേറെ ആരും അത് കണക്കിലെടുക്കല്ലടാ. അതാരും അംഗീകരിക്കാനും പോണില്ല. പരുവത്തിന് അവളെ കിട്ടിയില്ല. കിട്ടിയാലേ മുഖം ഞാൻ നടക്കല്ല് വെച്ച് വരച്ചേനെ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. പറഞ്ഞൊന്നുമല്ല, ഞാൻ ചെയ്യും, ചെയ്തിട്ടുമുണ്ട്. അതിന്റെയൊക്കെ മുതലും പലിശയും ചേർത്ത് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. തിരിച്ചൊന്നും പറയുന്നില്ല എന്ന് കരുതി ഒരാളെ ഇങ്ങനെ ചവിട്ടി തേക്കരുത്. ജീവിതമാ. ഈ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വീഴുന്ന എപ്പോഴാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പഴയതുപോലെ ഇപ്പൊ ദേവികടത്ത് കുതിരയേറാൻ പറ്റത്തില്ലല്ലോ. അത് പിന്നെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട. അടങ്ങി ഒതുങ്ങി മര്യാദയായിട്ട് പെരുമാറിയ ഇനിയുള്ള കാലം തടി കേടാവാതെ നോക്കാം. ഇപ്പൊ ആന്റി അവളോട് കാണിക്കുന്ന ഉപദ്രവമൊക്കെ താമസിക്കാതെ നിർത്തും. അങ്കിള് വാ തുറന്ന് സംസാരിക്കുന്നതോടെ എല്ലാം നിൽക്കും. അങ്കിള് പറഞ്ഞാൽ ചിറ്റമ്മയോട് ദേവിക ക്ഷമിച്ചു എന്ന് വരും. ചിറ്റമ്മയോ? അച്ഛന്റെ 2ാം ഭാര്യ പിന്നെ ആരാ? ചിറ്റമ്മയല്ലേ? പക്ഷേ അവിടുത്തെ വേലക്കാരിയോട് കരുണ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഇനി ദേവിക എന്ന് പറഞ്ഞ മഹാറാണി വരുമ്പോ തൊഴുതു നിൽക്കണോ? പറയടാ, നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കണേ? എന്നെ അതിന് കിട്ടുമെന്ന് വിചാരിച്ച് ഒരാള് നിക്കണ്ട. ആ പരിപ്പ് ഈ ഭൂമിയിൽ വേവില്ല. എന്താ അമ്മേ? ഞാൻ ആ ദേവികയെ പേടിച്ച് ജീവിക്കണോന്ന്. ഇനിയെങ്കിലും മര്യാദയായിട്ട് അമ്മ ദേവികടുത്തോട് പെരുമാറിയാ മതി. അമ്മ ചെയ്തതൊക്കെ ഓർത്തു വെച്ച് പെരുമാറുന്ന ആളൊന്നും അല്ല ഏടത്തി. അമ്മ എത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും തല്ലിയിട്ടും ദേവികടുത്ത് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ? മോള് ഈ വെള്ളം ഒഴിക്കുന്ന പമ്പ് കണ്ടിട്ടുണ്ടോ? അത് ഫിറ്റ് ചെയ്യുമ്പോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്താൽ അതിൽ നിന്ന് ചറ പറന്ന് ലിറ്റർ കണക്കിന് വെള്ളം പുറത്തേക്ക് വരുന്നത്. അതുപോലെ അമ്മ കുറച്ചല്ല, ആവശ്യത്തിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദേവിക മോട്ടോർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെയ്യാതെ നോക്കിയാൽ എല്ലാവർക്കും കൊള്ളാം. നീ എന്നെ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. തൊലിവലപ്പം മഞ്ചാര വർത്താനൊന്നും കേട്ടിട്ടേ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഉള്ളില് ചുടലമർദ്ദ കയറിയിരിക്കാണെന്ന് അടുക്കുമ്പോഴല്ലേ മനസ്സിലാവൂ. അമ്മ എന്നെയാണ് ഉദ്ദേശിച്ചത്. നിനക്ക് അങ്ങനെ തോന്നിയെങ്കിലേ അതെന്റെ കുറ്റമല്ല. പറയാനുള്ളതേ ഞാൻ മുഖത്ത് നോക്കി പറയും. എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാ. അയ്യാ, നിന്റെ അച്ഛന്റെ അമ്മയുടെ മഹത്വം ഇവിടെ വളമണ്ടടി. കൊള്ളാവുന്ന ഒരുത്തിനെ നീ കണ്ണു കാണിച്ചെടുത്തപ്പോ അത് സൗകര്യമായെന്ന് വിചാരിച്ച് നാണം കെട്ടവരല്ലേ നിന്റെ ഒരു അച്ഛനും അമ്മയും. ദേ, എന്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാലുണ്ടല്ലോ, എന്നെ നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാൻ പോയതാ. മുരളീട്ടനല്ലേ അത് മുടക്കിയത്. എനിക്കൊരു ജീവിതം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ആരുടെയും പിന്നാലെ ഒന്നും നടന്നിട്ടില്ല. നീ പിന്നെ എങ്ങനെയാടി എന്റെ മോനെ വളച്ചെടുത്തത്? വളയാൻ പാകത്തിനാണോ നടക്കുന്നതെന്ന് സ്വന്തം മോനോടങ്ങ് ചോദിച്ചാ മതി. നേരത്തെ പറഞ്ഞില്ലേ പഞ്ചാര വർത്താനം കേട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. എന്നോട് പഞ്ചാര വർത്താനം പറഞ്ഞത് ആരാ? അമ്മയല്ലേ? അതെന്റെ വീട്ടിലെ സ്വത്ത് കണ്ടിട്ട് മാത്രമാണെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. പേടിപ്പിക്കൊന്നും വേണ്ട. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യത്തിനായി മതി, നിർത്തിക്കോ. വിളിച്ചോണ്ട് പോടി അമ്മേ. വിളിച്ചോണ്ട് പോയാലോ? നിന്റെ അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ? എന്നെ ഒച്ചയെടുത്ത് ഒതുക്കാൻ നോക്കണ്ടാ നീ. പെണ്ണുമ്പിള്ളെ കൊണ്ട് എന്നെ ചീത്ത കളിപ്പിച്ചിട്ട് രസിക്കുന്ന നിപ്പ് കണ്ടില്ലേ? വിടേ. എന്തിനാ വെറുതെ അധികാരി പിടിക്കുന്നത്? മുരളീട്ട, മനസ്സിൽ എന്തെങ്കിലും വെച്ച് നന്നായി പെരുമാറാൻ എനിക്ക് പറ്റില്ല. അനാവശ്യമായിട്ട് എന്നെ എന്റെ വീട്ടുകാരൻ പറഞ്ഞ ഞാൻ കേട്ടു നിൽക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാലേ ഞാൻ തിരിച്ചു പറയും. ആരായാലും പറയും. എങ്ങോട്ട് തിരിഞ്ഞാലും മുന്നിൽ വെച്ചൊരു വർത്താനോ തിരിച്ചിനി വിട്ടുകൊടുക്കില്ല ഞാൻ. പലാപം ഉണ്ടാവും അറിയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല. ഈശ്വരാ, ഇങ്ങനത്തെ കൂട്ടക്ഷരം കൊണ്ട് എന്റെ തലയിൽ എഴുതണ്ടായിരുന്നു.
ഞാനൊരു പാവല്ലേ? മോളെ മോക്ക് എന്നോടൊന്നും തോന്നരുത്. ആരൊക്കെയാണെന്നും അവരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്നും നല്ല ബോധമുള്ളവളാ ഈ മീനാക്ഷി. ഇതൊക്കെ അവിടെ പരിപാടിയാ, ആ ഭാർഗവിയുടെ. മോളെ വകവെക്കരുതെന്നും തക്കം കിട്ടിയാൽ നല്ലത് തന്നെ പറഞ്ഞ് കളിയാക്കിയും അടക്കി നിർത്തണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. മോളോട് മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞാൽ അവൾ എന്നെ ചീത്ത വിളിക്കും. പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടുത്തെ എന്റെ പണി തെറിപ്പിക്കും. ജീവിക്കാൻ വേറെ മാർഗമില്ല മോളെ. അവളുടെ ഭീഷണിക്ക് വഴങ്ങിട്ടാ ഞാൻ അങ്ങനെയൊക്കെ. ഒന്നും മനസ്സിൽ വെക്കരുത്. ഞാൻ മനസ്സിൽ വെച്ച ആരോടൊന്നും പറയാറില്ല. മോളുടെ സ്വഭാവം എനിക്കറിയത്തില്ലേ? ഇവിടെ ഇട്ട് അവളെ എത്ര കഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതും പറഞ്ഞ് ഞാനും അവളുമായിട്ട് എത്ര വഴക്കിട്ടിട്ടുണ്ടെന്നറിയാവോ? ഇങ്ങനെയൊന്നും ചെയ്യരുത്, മോളൊരു പാവം കൊച്ചാണെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. എന്ത്? എന്റെ കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് കരയുന്നത്. ആ, ആ, അതാണ്. അന്ന് അവളത് കേട്ടില്ല. തിരിച്ചൊന്നും ചെയ്യില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മോളെ ആവുന്ന രീതിയിൽ ദ്രോഹിച്ചു അല്ലേ? പക്ഷേ കാര്യങ്ങൾ തകിടം പറഞ്ഞ് മോൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് തിരിച്ചെത്തിയപ്പോ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതാ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ ഇങ്ങനെ തറുതല പറയുന്നത്. എന്നെ കൊണ്ടും പറയിപ്പിക്കും. ഞാനിവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് രണ്ടുപേർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം. ആ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായാ ഞാൻ ഇനിയും അങ്ങനെയൊക്കെ തന്നെ പറയും. പറഞ്ഞിട്ട് വകവെക്കുന്നില്ല എന്ന് കണ്ട എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അതിനും ഞാൻ മടിക്കില്ല. മീനാക്ഷമിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ എൻ്റെ ഒരു കുഴപ്പത്തിനുമില്ല. പക്ഷേ മോള് സൂക്ഷിക്കണം. എന്തിനാ? മാഡത്തിനോട് ഓരോന്നും ഇരട്ടിയായി പറഞ്ഞു കൊടുത്ത് മോളെ ഇവിടുന്ന് പുറത്ത് ചാടിക്കാനാ ഭാർഗവിയുടെ പരിപാടി. മോളോട് സ്നേഹം ഉള്ളതുകൊണ്ട് പറയാ. അവളറിഞ്ഞ എന്നെ കൊല്ലും. സാറിന്റെ റൂമിലെ ബാത്റൂം ക്ലീൻ ചെയ്തോ? ഇല്ല. എന്താ ചെയ്യണ്ടെന്നാണോ? ഞാനിത് തീർത്തു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവാ. എന്നാ പെട്ടെന്ന് ആവട്ടെ. എന്റെ അമ്മോ. അതെ, ഓ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുറച്ചു നാളും കൊണ്ട് കണ്ടും കേട്ടും എനിക്ക് നല്ല പരിചയമുണ്ട്. എന്നോടുള്ള സ്നേഹം മൂത്തിട്ട് പ്രത്യേകിച്ച് ഒരു വാർത്തയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. എവിടെ എങ്ങനെ നിക്കണോന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മീനാക്ഷമിക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ? വന്ന് കേറിയില്ല. ചന്ദ്രത്തെ കൊച്ചമ്മയാണെന്നാ വിചാരം. അധികാലം നീ ഈ അഹങ്കാരം കൊണ്ട് ഇവിടെ പൊറുക്കില്ലടി. ഒരു മാസത്തിനകം നിന്നെ ഇവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കും. എനിക്കിഷ്ടപ്പെട്ടു. അമ്മക്കിത് കിട്ടണം. ദേവികയെടുത്തിയെ പുകച്ചു ചാടിച്ചിട്ട് ഗൗരീച്ചിയെ വാഴിക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെയോ ചെയ്തത്. അപ്പൊ പിന്നെ ഇത് തന്നെ കിട്ടണം. നീ ഒന്ന് പോയിക്കേ. അമ്മേ, കുറച്ച് സ്വർണവും കാശും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പെണ്ണുങ്ങളുണ്ടാവും. പക്ഷെ കുടുംബത്ത് കൊള്ളാവുന്നത് ലക്ഷത്തിലൊന്നേ കാണൂ. ദേവികേട്ടത്തെ പോലെ ഏട്ടൻ കൊണ്ടുവന്നതല്ലേ പുറത്തിരിക്കുന്ന സാധനത്തിന്. അമ്മയ്ക്ക് ഒരു ദിവസം ചന്ദ്രത്ത് സഹായത്തിന് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്ന് വിളിച്ചു നോക്ക്. പണിയെടുത്ത് ഞാൻ ചാകാൻ പോണെന്ന് കേട്ടാ പോലും അവൾ അങ്ങോട്ട് എന്തായാലും വരാൻ പോകുന്നില്ല. അത് നേരാ. ആണല്ലോ. ഇവിടെ വന്നതിന്റെ പിറ്റേന്ന് മുതലേ
ദേവികേട്ടത്തി അമ്മ ചന്ദ്രത്ത് കൊണ്ടുപോയി മുട്ട മണിയടിപ്പിച്ചില്ലേ? അത് പിന്നെ എന്നെങ്കിലും വയ്യെന്നൊരു വാക്ക് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് അമ്മയെ എതിർത്തൊരു വാക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എത്ര വട്ടം തല്ലി, തല്ലുകൊണ്ട് കരഞ്ഞതല്ലാതെ എന്തിനാ തല്ലുന്നേന്ന് പോലും ആ പാവം ചോദിച്ചിട്ടില്ല. രാത്രി അടിച്ചു പുറത്താക്കി വിട്ടു. കിടന്നുറങ്ങുമ്പോ വെള്ളം കോരി ഒഴിച്ചു. ഇന്നത്തെ കാലത്ത് ആരും ഇതൊന്നും സഹിക്കാൻ പോകുന്നില്ല. അമ്മയ്ക്കറിയോ, ജയിലിലെ കുറ്റവാളികളോട് പോലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ നിയമം. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ അമ്മ ധൈര്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അതിനൊക്കെ നിയമമുണ്ട്, നല്ല ശിക്ഷയും കിട്ടും. ഏട്ടത്തിയുടെ ഫോണിൽ നിന്ന് ഒരു വിളി മതിയായിരുന്നു പോലീസ് വന്ന അമ്മയും ഞങ്ങളെയും മുരളേട്ടനെ ഒക്കെ പൊക്കിക്കൊണ്ട് പോവാൻ. ഏട്ടത്തി ഒന്നും ചെയ്തില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമായിരുന്നു, പാവം. അതിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ആശിച്ച് മോഹിച്ച് ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് ആനയിച്ചിട്ട് ഇപ്പൊ എന്തായി? ഒരെണ്ണം പറഞ്ഞ തിരിച്ച് 4 എണ്ണം കിട്ടുന്നില്ലേ? അമ്മയ്ക്ക് സന്തോഷായല്ലോ. മതിയടി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ നിന്റെ ട്യൂഷനൊന്നും എനിക്ക് വേണ്ട. ഒരൊറ്റെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. വന്നതും ഗുണമില്ല, പോയതും കണക്കാ. നിന്നെ കൂടെ ചേർത്താ ഞാൻ ഈ പറയണത്. ഒത്താനുമായിട്ട് വന്നിരിക്കുന്നു. വേണ്ടായിരുന്നു. അവരുടെ വാക്കും കേട്ട് ദേവികയോട് ചൂടായത് വലിയ മണ്ടത്തരമായിപ്പോയി. പിന്നെ അതൊക്കെ കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോന്നാണോ ജാനകി പറയുന്നത്? ചോദിച്ചോണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? അവളുടെ സൈഡിൽ ന്യായം ഉള്ളതുകൊണ്ട് അവൾ തർക്കിച്ചു നിന്നു അല്ലേ? എടോ, ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ അവളോട് ഓവറായിട്ട് റിയാക്ട് ചെയ്തത് കൊണ്ടൊന്നും തനിക്ക് അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഒരു കാര്യം താൻ മനസ്സിലാക്കിയേ പറ്റൂ. ദേവിക ഇത്തവണ ചന്ദ്രോത്തേക്ക് കയറി വന്നത് പോകാനല്ല. അവൾക്കിപ്പോ അതിന് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് അവളെ പുറത്താക്കാൻ നോക്കണ്ട. മയത്തിൽ നിന്ന് വേണം കാര്യങ്ങൾ സാധിക്കാൻ. എന്റെ നേരെ ഒപ്പത്തിനൊപ്പം നിന്ന് ഡയലോഗ് പറയുന്നവളോട് എന്ത് ന്യായം? അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് താൻ തന്നില്ലേ? രജനി പോലും എന്റെ നേരെ നിന്ന് ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടാത്തവളാ. അവള് പോലും. ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല ജാനകി. എടോ, പറഞ്ഞാൽ തനിക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും പറയാ. ഭരണം 2 തരമുണ്ട്. അടിച്ചമർത്തി ഭരിച്ചാൽ അത് അവസാനിക്കാൻ നാട്ടിലെ ഏറ്റവും ദുർബലർ പോലും പരിശ്രമിക്കും. അതിൽ ജയിച്ചാൽ അവരത് ആഘോഷിക്കും. എല്ലാവരെയും സ്നേഹത്തിൽ കയ്യിലെടുത്ത് ഭരിച്ചാലുണ്ടല്ലോ, അത് അവസാനിക്കാതിരിക്കാനാവും അവര് പ്രാർത്ഥിക്കുക. മനസ്സിലിരുന്നാൽ മരിച്ചാലും ഇരിക്കാവുന്നേ. നമുക്കൊക്കെ ഇത്രയൊക്കെ പ്രായമായില്ലേ? മക്കളും പ്രിയപ്പെട്ടവരും നമ്മളെ സ്നേഹത്തോടെ ഓർത്തിരിക്കുന്നതല്ലേ നല്ലത്. ഡോ, കേൾക്കുന്നുണ്ടോ? ആ, കേട്ടു. വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അതുവരെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കരുത്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേവികയെ പ്രകോപിപ്പിക്കരുത്. ക്ഷമയുടെ നെല്ലിപ്പലകയില ഇപ്പൊ അവളുടെ നിപ്പ്. അളമുട്ടിയ അവള് ചിലപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞു എന്ന് വരും. ശ്രദ്ധിക്കണം. ഓക്കെ? ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ആന്റി. ഹായ് മോളു. ഇതെന്താ ചന്ദ്രേ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയോ? ഇങ്ങോട്ട് കണ്ടിട്ട് കുറെ കാലമായല്ലോ. ഇവർക്ക് വലിയ തിരക്കല്ലേ പ്രഭേ? ബാലേട്ടൻ പോയേ പിന്നെ എന്നെ ആരാ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവാൻ? ഞാൻ വീട്ടിൽ പെട്ടൂന്ന് പറഞ്ഞാ മതി. അങ്ങനെങ്കിലും എന്റെ വില മനസ്സിലായല്ലോ. ആ, അതെ അതെ. ഓഹോ, ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ ആരെയും ആശ്രയിക്കാതെ എവിടെ വേണമെങ്കിലും പോകാമായിരുന്നല്ലോ. അയ്യോ, അത് മാത്രം എനിക്ക് പറ്റിയ പണിയല്ല. അപ്പൊ പിന്നെ ഇവരുടെ കാരുണ്യത്തിന് കാത്തു നിൽക്കേണ്ടി വരും. ആ, ബലരാമൻ എപ്പോ എത്തി? ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. ഉടനെ മടങ്ങണം. ഓ,
അവിടെ നല്ല തിരക്കാ. ചന്ദ്രയെ കൂട്ടാൻ വേണ്ടി മാത്രം വന്നാ. അകത്തേക്കിരുന്ന് സംസാരിക്കാം. മോള് വാ. എന്തുണ്ട് വിശേഷം? ഗസ്റ്റ് ആരോ വന്നിട്ടുണ്ട്. കണ്ടിട്ട് ബലരാമനങ്കളാണെന്ന് തോന്നുന്നു. മീരയെ ഇവിടെ ആക്കിയിട്ട് പോകാൻ വന്നതായിരിക്കും. ഇനി അവള് ഇവിടെയല്ലേ നിൽക്കാൻ പോകുന്നു. അവിടെ താമസ സൗകര്യം എല്ലാം റെഡിയാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചേ. സിറ്റിയുടെ തിരക്കുകൾ ഒന്നും ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ അല്ല. ഇവിടത്തെ പോലെ തന്നെ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട്. ആ, നീ ചിരിക്കണ്ട. നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് അവിടെ ഭയങ്കര ഇഷ്ടാവും. മീരയ്ക്ക് ഇവിടെ എന്റെ കൂടെ കൂടാനാ ഇഷ്ടം. തൽക്കാലം നിങ്ങൾ പോയി എൻജോയ് ചെയ്യും. ഇടയ്ക്ക് മീര വരും ഒരു വിസിറ്റിങ്ങിന്. എന്താ പോകുന്നു? ആന്റി വരൂല്ലേ? ഇപ്പൊ പറ്റില്ലല്ലോ. അങ്കിളിന്റെ അസുഖമൊക്കെ മാറിയിട്ട് നോക്കാം. അവിടെ ഇപ്പോ നേരത്തെ പറഞ്ഞ മട്ടൊന്നുമല്ല, വലിയ തണുപ്പാണെന്ന് അറിഞ്ഞത്. ഓ ഹോ, കേട്ടപ്പോഴേ എനിക്ക് മടിയായി. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല. ഏപ്രിൽ മാസത്തിൽ പോലെ എ സി ഇടാതെ ഉറങ്ങുന്ന ആളാ. അവിടെ ചെന്ന് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പിന്നെയൊക്കെ ശരിയായിക്കോളും. അതെ അതെ, ചെന്ന് 2 ദിവസം കഴിയുമ്പോ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് എന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുമെന്നാ പേടി. അങ്ങനെയൊന്നും പേടിക്കണ്ട ചന്ദ്ര, ഒരു കുഴപ്പമുണ്ടാവില്ല. നന്ദൻ എവിടെ? വിടില്ലേ? പുറത്തു പോയതാ, വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ദേവിക ഇവിടെ ഉണ്ടല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ദേവിക ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? ദേവിക ഇവിടെ വേണമെന്ന് ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു. ദേവിക, അതെന്ത് പോക്കാണ്? ഞങ്ങളൊക്കെ തനിക്ക് അന്യരാണോ? എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയില് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതാദ്യ. വല്ലപ്പോഴും ഒക്കെ കാണുകയും പേരിന് മാത്രമൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെ ഇങ്ങനെ മനസ്സുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയൂ? വലിയ അത്ഭുതം തന്നെയാ നമ്മുടെ ഈ ദേവിക. ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു പോയിന്ന് തീർത്ത് പറഞ്ഞതാ. ആ കണ്ടീഷനിൽ നിന്ന് സിദ്ധുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ഈ ദേവിക. നമ്മളെല്ലാവരും അതിനെ ദേവികയോട് നന്ദി പറയണം. എന്താടോ ഒരു സന്തോഷമില്ലാത്ത? ദേവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലല്ലോ ഇപ്പൊ ദേവിക. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ ഇല്ലേ? മുരളിയായിട്ടുള്ള ബന്ധം പിരിഞ്ഞെങ്കിലും പ്രഭ അവളെ കൈവിട്ടില്ലല്ലോ. അതെന്തായാലും നന്നായി. ദേവിക ഇപ്പോ ചന്ദ്രോത്തെ ഒരു അംഗമായി അല്ലേ പ്രഭ? നീ എന്താ നോക്കി നിന്നേ? എല്ലാവർക്കും ചായ വേണം, പോയി എടുത്തിട്ട് വാ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള കുട്ടിയാ ദേവിക. എന്തിനെ കുറിച്ചും നല്ല വിവരമുണ്ട്. അവള് നല്ല മിടിക്കുക. എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കുട്ടിയെ ഞാൻ മരുമോളായിട്ട് ആഗ്രഹിക്കും. അതെ,
എക്സാക്ട്ലി. വെള്ളം ചൂടാക്കി എടുത്തില്ലേ? ആ ദേ പാത്രത്തിലിരിക്കണു. ചൂട് മതിയൊന്ന് നോക്കിയേ. അവിടെ പ്രഭാന്റിക്ക് ഗസ്റ്റ് ഉണ്ട്, ചായ കൊടുക്കണം. ആരാ വന്നിരിക്കണേ? പോയി നോക്കിയാട്ടെ. അല്ല, എത്ര പേരുണ്ട്? ഇതൊക്കെ അന്വേഷിക്കലല്ല എന്റെ പണി. ചെന്ന് നോക്കുമ്പോ എണ്ണ എടുത്താ മതി. കുഞ്ഞെന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചൂടാവണേ? ഞങ്ങൾ ഇവിടുത്തെ വേലക്കാരല്ലേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ? മനസ്സിന് വല്ലാത്തത് എണ്ണ ഉണ്ട് കേട്ടോ. ആണോ? ആ, കൂടുതൽ അങ്ങ് അഭിനയിച്ച് കേറണ്ട. ഈ മുഖത്തെ ഒരുപാട് രസങ്ങൾ കണ്ടവളാ ഞാൻ. ഇനി പുതിയതും കൊണ്ട് ഇങ്ങോട്ട് വന്നാ ഓടൂല. മനസ്സിലായില്ലേ? എന്താ നോക്കി പേടിപ്പിക്ക? ഇനി എന്റെ നേരെ നോക്കിയാലുണ്ടല്ലോ, കണ്ണു കുത്തി പൊട്ടിക്കാനാ എനിക്ക് തോന്നുന്നത്. ഭഗവാനെ, പറഞ്ഞോണ്ട് പോയത് കേട്ടോ, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്ന്. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പറഞ്ഞു. നിക്ക്. ചായ ഇവിടെ.